കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. അസം സ്വദേശി അമിത് ഉറാങ്ങിനെ തൃശൂർ മാളയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. തെളിവെടുപ്പിനിടെ പ്രതി ഉപേക്ഷിച്ച CCTVയുടെ DVR കണ്ടെത്തി. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രതിയുടെ മൊഴി. അതിക്രൂര കുറ്റകൃത്യം നടത്തിയ പ്രതി പിടിയിലായത് മണിക്കൂറുകൾക്കുള്ളിൽ. അരുംകൊലയ്ക്ക് ശേഷം കടന്നുകളഞ്ഞത് തൃശൂരിലേക്ക്. മാള ആലത്തൂരിലെ കോഴി ഫാമിൽ നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിക്കുന്നതിനിടെയാണ് അസം സ്വദേശി അമിത് ഉറാങ്ങിനെ ഇന്ന് രാവിലെ പോലീസ് വലയിലാക്കിയത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി തൃശൂരിലുണ്ടെന്ന് മനസ്സിലാക്കിയത്. പ്രതിയുടെ പക്കൽ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് ഗൂഗിൾ കോൺടാക്റ്റുകൾ നീക്കം ചെയ്യാൻ പ്രതി ശ്രമിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിൽ മോഷണ കേസിൽ അമിത് അറസ്റ്റിലായപ്പോൾ പെൺസുഹൃത്ത് ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു. ഇതാണ് വൈരാഗ്യത്തിന് പ്രധാന കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ജയിലിൽ നിന്നിറങ്ങിയ അമിത് ശനിയാഴ്ച കോട്ടയം നഗരത്തിൽ ലോഡ്ജിൽ മുറിയെടുത്തു. 2 ദിവസം കൊലപാതകം നടത്തേണ്ട വീടും പരിസരവും നിരീക്ഷിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് തിരുവാതുക്കലെ ശ്രീവത്സം വീട്ടിലെത്തി ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്. കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധത്തിലും ജനാലയിലും വാതിലിലും അമിത്തിന്റെ വിരലടയാളം പതിഞ്ഞിരുന്നു. ഈ വിരലടയാളം പഴയ മോഷണക്കേസിലെ വിരലടയാളവുമായി താരതമ്യം ചെയ്താണ് പ്രതി അമിത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. വിജയകുമാറിന്റെയും മീരയുടെയും കൊലപാതകത്തിന് 2017 മരിച്ച ഇവരുടെ മകൻ ഗൗതത്തിന്റെ മരണവുമായി ബന്ധമുണ്ടോ എന്ന് CBIയും അന്വേഷിക്കുന്നുണ്ട്. തൃശൂരിൽ നിന്ന് പ്രതിയെ കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. കൊലപാതകം നടന്ന വീട്ടിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ DVR കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചു. കേസന്വേഷണത്തിൽ നിർണായകമാകുന്ന തെളിവാണിത്. കൊലപാതക ശേഷം പ്രതി DVR സമീപത്തെ തോട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കോട്ടയം DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൊലപാതകം നടന്ന 24 മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചത് പോലീസിന് നേട്ടമാണ്. വിരലടയാളവും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പ്രതിയിലേക്ക് പോലീസിനെ പെട്ടെന്ന് എത്തിച്ചു. S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, കോട്ടയം.